Hi guys, this is Aditya and ഈ വ്ളോഗ് ആക്ച്വലി ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇത് ഐ എം നോട്ട് പ്രിപ്പയർഡ്. ഞാൻ ഈവൻ എനിക്കറിയത്തില്ല, എനിക്ക് ആക്ച്വലി എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല ഫോൺ. ഐ എം ജസ്റ്റ് ലൈക്ക് ഭയങ്കര ബിഗിനർ, സോ എനിക്കറിയത്തില്ല. ബട്ട് ബേസിക്കലി വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദ വീഡിയോ ഇസ് എന്താണ്, ഇത് വ്ളോഗാകുമോ, ഇത് യൂട്യൂബ് ചാനലിൽ വരുമോ, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ദ ആക്ച്വൽ പർപ്പസസ്, ഞാൻ ഈവൻ എൻ്റെ ഫോണ് സ്റ്റാൻഡിൽ പോലും അല്ല വെച്ചേക്കുന്നത്, എൻ്റെ കയ്യിൽ ഞാൻ ഇങ്ങനെ പിടിച്ചേക്കുവാണ്. ഐ ഡോണ്ട് ഹാവ് മച്ച് ടൈം ഫോർ ദ ഇൻട്രൊഡക്ഷൻ വീഡിയോ ബിക്കോസ് എന്താണ്, ഞാനിപ്പോൾ ഡാൻസിന് പോവുകയാണ്. സോ ദ ബേസിക് പർപ്പസ് ഇസ് ക്രിയേറ്റിംഗ് മെമ്മറീസ്. എൻ്റെ ഒരു 2 years അല്ല 2 അല്ല, കുഞ്ഞുനാൾ മുതലേ എൻ്റെ ഒരു ആഗ്രഹമാണ് ആക്ച്വലി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. എനിക്കിങ്ങനെ വ്ളോഗൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ പിന്നെ കൊറോണ ടൈം ആയിരുന്നപ്പോഴത്തേക്ക് ഭയങ്കര നെർവസ്. ഇതെൻ്റെ വീഡിയോ, എൻ്റെ ഫോൺ, എൻ്റെ റൂം, ബട്ട് ഐ എം കൈൻഡ് ഓഫ് നെർവസ്, ഐ ഡോണ്ട് നോ, ഇറ്റ് ഹാപ്പൻസ് ഫസ്റ്റ് ടൈം. Yeah, I'm good. I'm cool. Okay, fine. So, എന്താണ് ഓക്കെ. സോ കൊറോണ ടൈം ആയിരുന്നപ്പോൾ ഇതേപോലെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫൈനലി ഞാൻ ഡിസൈഡ് ചെയ്ത് കുറേ ഈവൻ ലാപ്പൊക്കെ എടുത്ത് മറ്റേ അഡോബ് പ്രോ ഇതൊക്കെ നോക്കി ഭയങ്കര ഞാൻ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് കണ്ട് എഡിറ്റിങ്ങിനായിട്ട് അത് ഇത് എല്ലാം. ഓൾസോ എൻ്റെ അച്ഛനും ഭയങ്കര ഒരു എന്താണ് ഭയങ്കര സപ്പോർട്ടീവാണ്, അമ്മയുടെ. പക്ഷെ എന്നാൽ പോലും ഞാൻ എന്തോ മുണ്ടിയായി അങ്ങനെ എടുത്തില്ല. പിന്നെ കുറേ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാം, പക്ഷേ എടുത്തില്ല. സോ ഫൈനലി എന്താണ് പിന്നെ അങ്ങ് പോയി. ഇങ്ങനെ കുറച്ച് കണ്ടന്റ് ഇല്ലല്ലോ, അങ്ങനെ പോയി. ആക്ച്വലി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷേ എന്നാലും എനിക്ക് നല്ലൊരു ഫോണില്ല, നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയൊരു ഫോണില്ല, അല്ലെങ്കിൽ ഫോണിൽ ക്യാമറ ഇല്ല. സോ എന്താണ് ഐ തോട്ട് ഞാനങ്ങനെ പോയി, മുണ്ടിയായി പോയി. ദെൻ ഫൈനലി എന്തായി, ഐ എം ഗോയിങ് ടു ദുബായ്. ഓക്കെ, സോ ദുബായ് പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഒരു വ്ളോഗ് എടുക്കണമെന്ന്, ദുബായ് വ്ളോഗ്. സോ അത് ബേസിക്കലി എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അത് മെമ്മറീസ് എന്തായാലും മെമ്മറബിൾ. സോ അതുകൊണ്ട് എനിക്കത് എന്താണ് ഇത് വ്ളോഗാവുമെന്ന് എനിക്കറിയത്തില്ല, ബട്ട് സ്റ്റിൽ ഞാനൊരു വ്ളോഗ് പോലെ എടുക്കുവാണ്. ടുഡേസ് 25 ജൂലൈ. ഓക്കെ, നാളെ എൻ്റെ എക്സാം ആണ്. അതൊരു വഴിക്ക് ഇങ്ങനെ പോകണം. ഐ ഡോണ്ട് ഈവൻ നോ നമുക്ക് പഠിച്ചില്ല. സോ ഇപ്പോൾ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോകാൻ പോവാണ്. സോ ബേസിക്കലി നമ്മൾ ദുബായ് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് പെർഫോമിങ്ങിനാണ്. ഓക്കെ, ഇൻഡോ അറബ് ഇൻ്റർനാഷണൽ കൾച്ചറൽ അവാർഡ്സ് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അപ്പം അതിന് വേണ്ടി പെർഫോം ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ദർ ആർ സോ മെനി ഡാൻസ്, ഒരു പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പം കുറേ ഡാൻസ് ഉണ്ട്, അതെല്ലാം പ്രാക്ടീസ് ചെയ്യാം. ലിറ്ററലി ഒരു 12 മണി വരെയൊക്കെ ഉണ്ട് ഡാൻസ്. അപ്പം ഇപ്പം ഇറ്റ്സ് 6:15 കഴിഞ്ഞു. ഐ ഗസ് 7 മണിക്ക് എത്തണം. സോ ഒരു ഹെക്ടിക്കായിട്ട് എടുക്കാം. കാരണം ഇപ്പോൾ എടുത്തില്ലെങ്കിൽ ഇപ്പോൾ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എനിക്കൊരു ബിഹൈൻഡ് ദ സീൻസ് ഈ ക്ലാസ്സിൽ തന്നെ എടുക്കണമെന്നുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ ദിസ് ഗോസ്, ബട്ട് ട്രയൽ വീഡിയോ ആണെങ്കിലും കൂട്ടാം. ബിക്കോസ് ഐ കുറച്ച് ഓക്വേർഡ്, കാരണം ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം ചെയ്തിട്ട്. സോ ഐ ഡോണ്ട് നോ, ലെറ്റ്സ് സീ. സോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുത്ത് ഈ സമയമില്ലാത്ത സമയത്ത് പെട്ടെന്ന് തട്ടിക്കുട്ടി ഇൻട്രോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നും സെറ്റായില്ല. സോ മേ ബി പോസിബിൾ എനിക്കൊരു 2-3 ഡേയ്സ് ബാക്ക് മുന്നേ കിട്ടണം. എന്ന് വെച്ചാൽ ഇന്നോട്ട് ബിഹൈൻഡ് ദ സീൻസ് എന്താ നമ്മുടെ പ്രാക്ടീസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. പ്രാക്ടീസ് വീഡിയോ കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ വാട്ട് എവർ ഹാപ്പൻസ് ഇൻ ഡാൻസ് ക്ലാസ് മന്ത്ര. സോ മന്ത്ര ഇല്ലാണ്ട് എന്ത് ഈ ദുബായ് ട്രിപ്പൊന്നും നടക്കത്തില്ല മന്ത്ര ഇല്ലാണ്ട്. സോ അപ്പം മന്ത്ര നമുക്ക് എന്തായാലും കാണിക്കണം. സോ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം നേരത്തെ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുത്ത് ബിഹൈൻഡ് ദ സീൻസും മേ ബി പാക്കിംഗ് വ്ളോഗ് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നാളെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞൂടെ എന്ത് ചെയ്യാം. പക്ഷേ നമുക്ക് നോക്കാം എന്താവും. എവിടെയെങ്കിലും എത്താൻ വേണ്ടി എവിടെയെങ്കിലും തുടങ്ങണ്ടേ. സോ ഇതൊരു തുറക്കൽ കണ്ടു. ഈവൻ ദോ ഐ എം നോട്ട് പ്രിപ്പയർഡ്, ബട്ട് ലെറ്റ്സ് സീ. ഓക്കെ, സോ എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു പോസ്റ്റ് ചെയ്ത് ആലോചിക്കായിരുന്നു. ഓക്കെ, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി ദുബായ് അങ്ങനെ കറങ്ങാൻ വേണ്ടി പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം എന്താണ് അവിടെ നമ്മൾ പോകുന്ന 28 നൈറ്റാണ്. 28 നൈറ്റ് എന്ന് പറയുമ്പോൾ 29 ഏർലി മോർണിംഗ് 1 o'clock. അപ്പോൾ അവിടെ നിന്ന് പോകും, ഇവിടെ നിന്ന് പോകും. പിന്നെ അവിടെ എത്തിയിട്ട് തിരിച്ച് വന്നാൽ 5th എന്താണ് 5th ഈവനിങ് 5:45. അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് കറങ്ങാൻ പോകാൻ പറ്റുന്ന യാതൊരു ഐഡിയ ഇല്ല. പരിപാടി വന്നിട്ട് 4th. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഫുൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലമാർ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് കറങ്ങാൻ വേണ്ടി ഒരു ഓപ്ഷൻ കിട്ടുമെന്ന് അറിയത്തില്ല. ബട്ട് ഇപ്പോൾ നമ്മൾ ഗുഡ് ഗേൾസ് ആൻഡ് ഗുഡ് ബോയ്സ് ആയിട്ട് ഫുൾ നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി കറങ്ങാൻ പോകാൻ പറ്റുമായിരിക്കും. ബട്ട് എനിവേസ് പ്രാക്ടീസ് വീഡിയോസും കാര്യങ്ങളും അവിടുത്തെ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് എടുക്കാം. വീഡിയോ അല്ലേ, ഒരു മെമ്മറിയാണ്. സോ അതിനുവേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ ഹൗ ദിസ് ഗോസ്. എനിക്ക് ആക്ച്വലി എന്തോ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. ഐ ഡോണ്ട് റിമെമ്പർ
എന്താണ് ഞാൻ പറയാൻ വന്നത്. പക്ഷേ എന്നാലും ഇതിപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതൊരു ഇൻട്രോ ആയിട്ട് കരുതിക്കോ. അല്ലെങ്കിൽ ഞാൻ 3 ദിവസം മുന്നേ തൊട്ടെടുക്കുന്ന ഒരു വീഡിയോ. ഓക്കെ, വാട്ട് എവർ ഹാപ്പൻസ് ഇൻ ഡാൻസ് ക്ലാസ്, ഓൾ ദ ഫൺ ആൻഡ് ബഹളം ആൻഡ് പ്രാക്ടീസ് ആൻഡ് ഹാർഡ് വർക്ക് ആൻഡ് എവറിത്തിങ് നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ എടുക്കാൻ. ഓക്കെ, ഇറ്റ് വിൽ ബി വർക്ക്ഔട്ട്. ലൈക്ക് ഐ മീൻ ഞാനിങ്ങനെ എല്ലായിടത്തും പറയുന്നത് എനിക്ക് വ്ളോഗ് എടുക്കണം. ബട്ട് ഐ ഡോണ്ട് തിങ്ക് അവിടെ ആർക്കെങ്കിലും ഇത് ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നതെന്നുള്ള ഒരു സംഭവം പിടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഐ എം ഡാം സീരിയസ് അബൌട്ട് ഇറ്റ്. സോ ഇന്ന് അവരുടെ റിയാക്ഷൻ കൂടെ കാണാം. അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന കുറേ കാറ്റ് എന്തായാലും കിട്ടും. സോ അതെല്ലാം കാണാം. ലെറ്റ്സ് സീ. മേബി ലെറ്റ്സ് സീ. സോ ഞാൻ ഓടി ഡാൻസ് ക്ലാസ്സിൽ പോട്ടെ. എന്നിട്ട് അവിടെ നിന്ന് ഇന്ന് ഡ്രസ്സ് ട്രയൽ ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഇന്ന് വീഡിയോ എടുക്കണം. ബിക്കോസ് വി ഹാവ് ടു സെൻഡ് ദ പ്രാക്ടീസ് വീഡിയോസ് ടു ദ അവിടുത്തെ പീപ്പിൾ. സോ ദാറ്റ്സ് ഇറ്റ്. ഇൻട്രോ വീഡിയോ എനിക്ക് അറിഞ്ഞോ എങ്ങനെ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യണം. എല്ലാവരും ഇങ്ങനെ ബൈ ഗായ്സ് എന്നൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ. ഞാൻ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. എനിക്കറിയത്തില്ല. ഹായ് ഗായ്സ്, ലൈക്ക് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, അല്ലെങ്കിൽ ബൈ സബ്സ്ക്രൈബ് എന്നൊക്കെ പറയണമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതൊരു യൂട്യൂബ് വീഡിയോ ആവുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ദെൻ ഞാനെനിക്ക് സബ്സ്ക്രൈബ് ഓഫ് കോഴ്സ്, ലൈക്ക് ഷെയർ കമൻറ്റ്സ്, എന്താണ് ഹിറ്റ് ദാറ്റ് ലൈക്ക് ബട്ടൺ, അല്ല മറ്റേ ഡിങ് ഡോങ് ബട്ടൺ, നോട്ടിഫിക്കേഷൻ ബട്ടൺ, അങ്ങനെയൊക്കെ. സോ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ബൈ. വ്ലോഗ് എടുക്കുന്നുണ്ട്. റിയാക്ഷൻ കാണാം നമുക്ക്. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. നമ്മുടെ എന്താണ് ഔട്ട്ഫിറ്റ്സ്, പ്രോപ്പർട്ടീസ്, എക്സെട്ര എക്സെട്ര. ആനി സീരിയസ്ലി റെന്റ് Dubai vlog. നിഖിൽ ചേട്ടൻ, ഇതാണ് നമ്മുടെ നിഖിൽ സുരേഷ്. ബാബച്ചേട്ടൻ, the one and only senior. റബിൻ അന്നി, ആനി, അഖിൽ, ലക്ഷ്മി ആൻഡ് പ്രേം ചേട്ടൻ. ഇതാണ് നമ്മുടെ വ്ലോഗ്. സീരിയസ്ലി വ്ലോഗ്. ഇതിനിപ്പോ എനിക്ക് പറയണം തോന്നുന്നത് നീ വ്ലോഗ് വ്ലോഗ് ഐഫോൺ സീരിയസ് ആയിട്ട് ഞാൻ വ്ലോഗ് എടുക്കുന്നുണ്ട് ഗൈസ്. യൂട്യൂബിൽ ഇടാനല്ലേ, അപ്പൊ ഇങ്ങനെ ഇടും. അല്ല, വാങ്ങിച്ചതല്ല, റെന്റ് എടുത്ത്. അയ്യോ, ഞാൻ വരുന്ന ചേട്ടാ എന്താണ് പറയാനുള്ളത് ചേട്ടാ? ഇത് വൺ ആൻഡ് ഓൺലി കൊറിയോഗ്രാഫർ അയച്ചിട്ടുണ്ട്. ഗ്രൂപ്പിൽ സ്വന്തം ആതിര ചേച്ചി നമുക്ക് വേണ്ടി കൊണ്ടുവന്ന കോൺ പ്രാക്ടീസിന് വേണ്ടി കഴിക്കാൻ, ഐ മീൻ പ്രാക്ടീസിൻ്റെ ഇടയിൽ കഴിക്കാൻ. ഗൈസ്, നമ്മൾ ദുബായിൽ പോകാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ദുബായ് ചെന്ന് നമ്മുടെ ഔട്ട്ഫിറ്റ് ചെക്ക് ഉറപ്പായിട്ട് നമ്മൾ ചെയ്തിരിക്കും. ഇതാണ് ആനി, ഇതാണ് ആദ്യത്തെ. ഇതായിരിക്കും എൻ്റെ നമ്മളായിരിക്കും റൂംമേറ്റ്സ്. പ്ലാൻ ചെയ്തിരിക്കുന്നത് ഉറപ്പായിട്ട് ഇത് അതല്ലേ നടക്കുമായിരുന്നു. ഇപ്പൊ കൊറേ ഊക്കൊക്കെ കിട്ടി വന്നതേ ഉള്ളൂ ഞാൻ. സോ ഇതാണ് മാളു ചേച്ചി. യെസ്, the one and only pro dancer of our team, Mandra. Delhi queen. അത് കഴിക്കാൻ അഭിനയിച്ച് ആനിയും വരുന്നു. എങ്ങനെയുണ്ട്? Actually it's good, but I don't know, it's not.
Yeah. Wow. ഞാൻ ഇന്നലെ പറഞ്ഞ എക്സാമൊക്കെ എഴുതി. ഡോണ്ട് ആസ്ക് അബൌട്ട് ഇറ്റ്. ദിസ് ഇസ് മൈ ബെസ്റ്റി ചിന്മയ. യു നോ മീ. യു ഡോണ്ട്. ദേ ഡോണ്ട് ലിറ്ററലി. ഐ മീൻ ഇപ്പോൾ തുടങ്ങിയേ ഉള്ളൂ വ്ളോഗ്. സോ ദിസ് ഇസ് ചിന്മയ. ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നു. ഇല്ല എന്നാലും ഒരു മാസത്തെ പരിചയം. ഇതാണ് നമ്മുടെ കോളേജ്. ഓ മൈ ഗോഡ്. സോ എന്താണ് എന്തെങ്കിലും ഷോപ്പ് ചെയ്യാൻ പോകണം. ആക്ച്വലി ഷീൽ ബി കമ്മിങ് ഐ ഗെസ്. ഐ ഡോണ്ട് നോ. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. ബിക്കോസ് യു നോ ദുബായ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് വല്ലതും കേൾക്കുന്നുണ്ടോ എന്തോ ഐ ഡോണ്ട് നോ. ബട്ട് ഡസന്റ് മാറ്റർ. ഇത് കേട്ടില്ലെങ്കിൽ എൻ്റെ ശബ്ദത്തിൻ്റെ പ്രശ്നം. ഈ കുറേ ഇന്നലെ തൊട്ടുണ്ട് ഇവിടെ ഒരു ബ്ലർ. ബട്ട് ഡസന്റ് മാറ്റർ. എനിക്കുള്ള സോ എന്താണ് ഹെയറും ചെയ്യണം. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ആക്ച്വലി കുറച്ച് സാധനങ്ങൾ പർച്ചേസും ചെയ്യണം. എത്രത്തോളം നടക്കുമെന്ന് അറിയത്തില്ല. ബട്ട് ലെറ്റ്സ് സീ. ഡേ 2 മറ്റേ നമ്മൾ പോകുന്ന നൈറ്റ് പ്രാക്ടീസ് സെഷൻ. ഫോക്ക് നടക്കുവാണ്. തമിഴ് ഫോക്ക്. ബോയ്സിനോട് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാം. ഒരു പുതിയ ഹെക്റ്റിക്കാണ് ഗൈസ്. കുറച്ച് പേർക്കാണ് മെയിൻ ബ്രേക്കാണത്രേ. ബ്രേക്ക്. ആദ്യത്തെ വ്ളോഗാണ്. നമ്മൾ വൈൽഡ് അപ്പിയറൻസ്. എന്താണ് ഈ പറയാനുള്ളത് ഈ വ്ളോഗിനെ പറ്റി? വ്ളോഗിനെ പറ്റി പറയാനാണെങ്കിൽ വ്ളോഗ് ഒരു വലിയ വ്ളോഗാണ്. ആ വ്ളോഗിൻ്റെ ഇടയിലുള്ള വലിയ വ്ളോഗുകളുടെ ഇടയിൽ ചെറിയ വ്ളോഗുകൾ. അപ്പോൾ ഈ വ്ളോഗിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഈ വ്ളോഗിനെ പറ്റി പറയാനാണെങ്കിൽ വ്ളോഗിനെ പറ്റി പറയാൻ പലതരമുണ്ട്. പലതരത്തിലുള്ള വ്ളോഗുകളുണ്ട്. ഒന്ന് നമ്മുടെ ആദിത്യപരമായിട്ടുള്ള വ്ളോഗുണ്ട്. ഉറപ്പായിട്ടും. പറയൂ, വ്ളോഗിനെ പറ്റി എന്താണ് പറയാനുള്ളത്? വ്ളോഗിനെ പറ്റി പറയാനാണെങ്കിൽ വ്ളോഗ് ഒരു നല്ല വ്ളോഗാണ്. വ്ളോഗിൻ്റെ ഇടയിലൂടെ ഇതിപ്പം സെക്കൻഡ് പാർട്ട്. ഓക്കെ, നോക്കൂ, എൻ്റെ കൂടെ ഉള്ളത് നിഖിൽ ചേട്ടനാണ്. നിഖിൽ ചേട്ടനും ഉണ്ട്, റബിൻ ചേട്ടനും ഉണ്ട്. അപ്പോൾ ഈ വ്ളോഗിൽ എന്താണ് പറയാനുള്ളത്? അഭിനയം കുറച്ച് കൊടുപ്പേ. ഓക്കെ, നമ്മൾ വ്ളോഗ് വീണ്ടും കൊടുക്കണം. ഈ വ്ളോഗിൽ എന്താണ് പറയാനുള്ളത്? അഭിനയാണ് ഗൈസ്. ടേക്ക് 2 കട്ട്. ഹായ് ഗൈസ്. അപ്പോൾ ആ വ്ളോഗിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ. ഇതാണ് നിഖിൽ ചേട്ടൻ, ഞാൻ റബിൻ ചേട്ടാ. ഈ വ്ളോഗിൽ എന്താണ് പറയാനുള്ളത്? വ്ളോഗിനെ പറ്റി ആദ്യം ആക്ച്വലി അവിടെ ബിസി ആയതുകൊണ്ട് ഞാനാണ് ഈ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പറയാനുള്ളത് വ്ളോഗിനെ പറ്റി? നമുക്ക് കുറേ പണിയുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് റബിൻ ചേട്ടാ എന്തെങ്കിലും പറയാനുണ്ടോ? ഗൈസ് നോക്കൂ, നിഖിൽ ചേട്ടനും
ഗൈസ് ഇവിടെ നിഖിൽ ചേട്ടൻ്റെ വാച്ചൻ്റെ കുസൃതിയാണ് നിങ്ങൾ കാണുന്നത്. ചിരിക്കുകയാണ്, ദേഷ്യപ്പെടുകയാണ്. നമ്മൾ ഡ്രസ്സ് ട്രയൽ ചെയ്യുമായിരുന്നു. ബാക്ക് ക്യാം എടുക്കാൻ വെള്ള ബാഡ്. പ്രൊഡക്ഷൻ്റെ ഡ്രസ്സ് ഇതാണ് ഗൈസ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഞാൻ കറിയായിട്ട് കൂടുതൽ പകുതി വ്ളോഗ് ഞാനായിരിക്കും കൊണ്ടുപോകുന്നത്. സെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. യെസ്, നല്ല ഭംഗിയുണ്ടല്ലേ. ലെറ്റ്സ് ഗോ ഗൈസ്. Pizza time guys. നല്ല ഡൊമിനോസിന്റെ പിസ്സ. അത് ഫസ്റ്റ് നമ്മൾ അക്കൗണ്ടിൽ So hi guys, തിരിച്ച് വീട്ടിലെത്തി. ഇറ്റ്സ് ലൈക്ക് എത്രയാണ് 12:57. 1 മണിയായി. ഇപ്പോഴാണ് വീട്ടിലെത്തിയത്, പ്രാക്ടീസൊക്കെ കഴിഞ്ഞ്. ടുഡേ വാസ് പിസ്സ ഡേ ആയിരുന്നു. ഓക്കെ, ബൈ ദ വേ നിങ്ങൾ വിചാരിക്കും ഫുൾ തീറ്റ മാത്രമാണല്ലോ ഇവിടെ നടക്കുന്നത്. പക്ഷെ അല്ല, നമ്മൾ ആക്ച്വലി നല്ല പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റാത്തതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ ബോയ്സിൻ്റെ സെഷൻ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തന്നു. അല്ലാണ്ട് ടാസ്ക്കാണ്. ആൻഡ് ടെൻഷനായി, മറ്റൊരാൾ പോകുന്നത്. ഐ തോട്ട് ടൈം ഉണ്ടെന്ന്, പക്ഷേ ടൈമില്ല. നാളെ 3 മണിക്ക് അവിടെ എത്തണം ഡാൻസ് ക്ലാസ്സിൽ. എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായി. പർച്ചേസ് ഓക്കെയാണ്, പക്ഷേ ഫെയറിൽ പോകണം. ഹെയർ കട്ട്, ത്രെഡിങ് അതൊക്കെ ഉണ്ടല്ലോ. സോ അപ്പം അങ്ങനെ ഒന്ന് സലോൺ പോകണമെന്നുണ്ടായിരുന്നു. 28th നൈറ്റ് എന്ന് വെച്ചാൽ 29th ഏർലി മോർണിംഗ് 1 മണിക്കാണ് ഫ്ലൈറ്റ്. ഓക്കെ, പക്ഷെ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28th രാവിലെ തന്നെ പാക്ക് ചെയ്ത് അവിടെ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് അവിടെ കുറേ പരിപാടി ഉണ്ട്. അവിടെ നിന്ന് നമ്മുടെ കോസ്റ്റ്യൂം എടുത്ത് നമ്മുടെ കൂട്ടത്തിൽ എടുത്ത് വെച്ച് അങ്ങനെ കുറേ പരിപാടിയുണ്ട്. വെയിറ്റൊക്കെ ചെക്ക് ചെയ്ത്, അപ്പം സോ ഫുൾ പാക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് ഓൺലി നാളെ 3 മണി വരെ എനിക്ക് ടൈമുള്ളൂ ലിറ്ററലി. പിന്നെ നാളെ രാത്രി കുറച്ച് ടൈം കിട്ടും. എന്ന് വെച്ചാൽ ഇതേപോലെ ലേറ്റ് നൈറ്റ് ആണ് പാക്കിങ്ങിന് കിട്ടുന്നത്. അടുത്ത ദിവസം തന്നെ രാവിലെ തന്നെ പോകണം അവിടെ. സോ കുറച്ചധികം ഹെക്റ്റിക്കായപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കണം. എക്സൈറ്റ്മെൻറ്റൊക്കെ പയ്യെ മാറി കുറച്ച് ടെൻഷനായി തുടങ്ങി. കുറച്ച് പണികളുണ്ട് ചെയ്യാൻ. പാക്കിംഗ് വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ആക്ച്വലി ചെയ്യണമെന്നുണ്ട്, ഇഷ്ടമാണ്. പക്ഷേ ലെറ്റ്സ് സീ, നോക്കാം. ടൈം ഉണ്ടെങ്കിൽ ചെയ്യാം. യെസ്, ഇന്ന് നമ്മൾ കോസ്റ്റ്യൂമൊക്കെ ഇട്ടോക്കി. എൻ്റെ മുഖത്ത് എത്രയും ഫുൾ ഗ്ലിറ്ററാണ് കണ്ടോ. ഫുൾ ഗ്ലിറ്റർ മാത്രമല്ല മോക്കുരു ഉണ്ട്. പക്ഷേ മോക്കുരു ഇഗ്നോർ ചെയ്തേക്കും. ഐ ലുക്ക് ലൈക്ക് ഷിറ്റ്, ലിറ്ററലി ഷിറ്റ്, ബട്ട് ഡസൻറ്റ് മാറ്റർ. ലിറ്ററലി മറ്റന്നാൾ രാവിലെ പോകണ കണക്കാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം രാവിലെ മന്ദിരം എത്തണം. എന്നുവെച്ചാൽ അവിടെ നിന്നായിരിക്കും നമ്മൾ ഒന്നിച്ച് പോകുന്നത് രാത്രി. സോ ലെറ്റ്സ് സീ.
Oh god, that's so awkward, but anyways. കുറച്ച് പട്ടി കളറാക്കിയിട്ടുണ്ട്, പക്ഷേ ഇനിയത് പറഞ്ഞ കാര്യമില്ല. അങ്ങനെ ഫൈനലി ഹെയർ കട്ട്, ത്രെഡിങ്, വാക്സിങ് ഒക്കെ ചെയ്തിട്ട് താമസിച്ച് ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോവുകയാണ്. അവിടെ കുറച്ച് നേരം എത്തിയിട്ടില്ല ഇതുവരെ, പക്ഷെ എന്നാലും എൻ്റെ ബാഗ്സ്. ലാസ്റ്റ് ഡേ, ലാസ്റ്റ് നൈറ്റ് ഞാൻ പോണ ഗൈസ്. ഹാപ്പി ജേർണി. താങ്ക് യു. യൂഎസ്ഡിക്ക് അയച്ചു കൊടുത്ത പണി പാടും. It's currently 3 AM. D-Day ആയി, but we are still eating. മമ്മി മേഡ് നല്ല ചക്കക്കറി. പാക്കിംഗ് ആണ്. hectic going on. That's all.